ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുക വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം 20, 11 മുതൽ 18 വരെയുള്ള വചനങ്ങളാണ്. യേശു മഗ്ദലന മറിയത്തിന് പ്രത്യക്ഷപ്പെടുന്നു. മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുനിഞ്ഞ് കല്ലറയിലേക്ക് നോക്കി. വെള്ള വസ്ത്രം ധരിച്ച 2 ദൂതന്മാർ യേശുവിൻ്റെ ശരീരം വച്ചിരിക്കുന്നിടത്ത് ഒരുവൻ തലയ്ക്കലും ഇതരൻ കാൽക്കലുമായി ഇരിക്കുന്നത് അവൾ കണ്ടു. അവർ അവളോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? അവൾ പറഞ്ഞു, എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ട് പോയി. അവർ അവനെ എവിടെയാണ് വച്ചിരിക്കുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് ഇത്ര കൃത്യമായി, വളരെ വ്യക്തമായി മഗ്ദലന മറിയം കണ്ടുമുട്ടുന്ന ഉത്ഥിതനായ ഈശോയെയും കുറിച്ച് വെളിപ്പെടുത്തി വച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ ഈ സുവിശേഷ ഭാഗത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. ഞാൻ ചിന്തിക്കുമ്പോൾ, ഈ വചനഭാഗം വായിക്കുമ്പോൾ, ആര് ഹൃദയം തൊട്ട് ഈശോയെ സ്നേഹിക്കുന്നോ അവർക്ക് അവിടുന്ന് വ്യക്തിപരമായി സമീപസ്ഥനായിരിക്കും എന്ന് ഈ ബൈബിൾ ഭാഗം നമ്മെ പഠിപ്പിക്കും. അങ്ങനെയെങ്കിൽ നീ സമൂഹത്തിലോ സഭയിലോ കുടുംബത്തിലോ ഉന്നത സ്ഥാനങ്ങളോ അറിയപ്പെടുന്ന വ്യക്തിയോ ഒന്നുമല്ലെങ്കിലും നിനക്കൊരു പോസിറ്റീവ് ഈശോ ഈ വചനത്തോട് തരികയാണ്. നിൻ്റെ ഹൃദയത്തിൽ ഈശോയുടെ സ്നേഹമുണ്ടോ? എല്ലാവർക്കും മുമ്പിൽ ഈശോ അവരെക്കാൾ ഉപരിയായി നിൻ്റെ മുമ്പിലേക്ക് ഇറങ്ങി വരും. കാരണം ഈ വചനം വായിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം അനുസരിച്ചാണെങ്കിൽ ഈശോ ഉയർത്തെഴുന്നേറ്റിട്ട് ആദ്യം പ്രത്യക്ഷപ്പെടുക മഗ്ദലനയിലെ മറിയത്തിനാണ്. നമ്മുടെ മാനുഷിക ചിന്ത കൊണ്ട് നമ്മൾ നോക്കുമ്പോൾ വേണമെങ്കിൽ യാക്കോബിനും യോഹന്നാനും പത്രോസിനും ഈശോയ്ക്ക് ആദ്യം പ്രത്യക്ഷപ്പെടാം. കാരണം എന്തെന്ന് ചോദിച്ചാൽ, എണപിരിയാത്ത കൂട്ടുകാരെ പോലെ ഗത്സമനിയിൽ പോലും കൂട്ടിരിക്കാൻ കുരിശൻ ചുവട്ടിലേക്ക് യോഹന്നാനെ ക്ഷണിച്ച ആ ഈശോയ്ക്ക് ചങ്കിൽ ചാരിക്കിടക്കാൻ അനുവാദം കൊടുത്ത യോഹന്നാന് എന്തേ ഈശോ ആദ്യം പ്രത്യക്ഷപ്പെട്ടതായി ബൈബിൾ രേഖപ്പെടുത്താത്തെ? ഞാൻ ചിന്തിക്കും, ഒരു വ്യക്തി സ്നേഹം കൊണ്ട് മറ്റെല്ലാവർക്കും ഉപരിയായി മാറാൻ പറ്റും. അതിന് ഒരു ശ്രമം എൻ്റെ ഭാഗത്ത് നടക്കണം. ഞാൻ തീരുമാനിക്കണം എത്രമാത്രം സ്നേഹം ഏതളവ് വരെ എനിക്ക് ഈശോയ്ക്ക് കൊടുക്കാൻ പറ്റുമോ ആ അളവും കഴിഞ്ഞ് ഈശോ കടന്നു വരും എന്നെ സ്നേഹിക്കാൻ. ഈശോയുടെ ഹൃദയത്തിൽ സ്നേഹമുള്ള ഈശോ പറയുക മാത്രമല്ല, പ്രവർത്തിച്ചു കാണിക്കും. നമുക്കറിയാം, യഹൂദ പാരമ്പര്യം അനുസരിച്ച് സ്ത്രീകൾക്കൊരു സ്ഥാനവുമില്ല. അവൾ ഒരു സ്ത്രീയാണെന്ന പേരിൽ തന്നെ ഒരു ഇമ്പോർട്ടൻസും അവൾക്കില്ല. അവരുടെ കൾച്ചർ അനുസരിച്ച് അത്രയും കൂടി ഇമ്പോർട്ടൻസ് ഇല്ല. ഒരു വിധത്തിലും പരിഗണിക്കപ്പെടാൻ ഒരു യോഗ്യതയുമില്ലാത്തൊരു സ്ത്രീ. പിന്നെ നമ്മൾ പറഞ്ഞു വയ്ക്കുമ്പോൾ സുവിശേഷത്തിൽ നമുക്ക് 5 മറിയന്മാരെ കാണാൻ പറ്റും. 5 മറിയത്തിൽ ഇത് ഏത് മറിയമാണെന്ന് നമുക്ക് വ്യക്തമായി അറിയില്ല. ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഒരു മറിയത്തെ പരിചയപ്പെടുത്തുക ഇപ്രകാരമാണ്. ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 2-ാമത്തെ വചനത്തിൽ, അശുദ്ധാത്മാക്കളിൽ നിന്നും മറ്റ് വ്യാധികളിൽ നിന്നും വിമുക്തരാക്കപ്പെട്ട ചില സ്ത്രീകളും 7 ദുഷ്ടാത്മാക്കൾ വിട്ടുപോയവളും ആയ മഗ്ദലന എന്ന് വിളിക്കപ്പെടുന്നവളുമായി മറിയം എന്നാണ് ഇവിടെ എഴുതി വച്ചിരിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ 7 ദുഷ്ടാത്മാക്കൾ വിട്ടുപോയ ഒരു മറിയം, 7 പൂർണ്ണതയാണ്. അപ്പോൾ ആ മറിയത്തിൻ്റെ ജീവചരിത്രം എന്ന് പറഞ്ഞാൽ അത് ഈ മറിയമെങ്കിൽ ജീവചരിത്രം ഇപ്രകാരം നമുക്ക് പറയാൻ പറ്റും, 7 പൂർണ്ണത. അപ്പോൾ ഈ 7 സാത്താന്മാർ ഒന്നിച്ച് കയറി കെട്ടിയിട്ട് കടന്നിരുന്ന ഒരു മഗ്ദലനയാണ് ഈശോ സ്വതന്ത്രയാക്കുന്നത്, അല്ലെങ്കിൽ ഒരു മറിയത്തെയാണ് ഈശോ സ്വതന്ത്രയാക്കുക. മഗ്ദലന എന്ന് പറയുന്ന ഒരു കൊച്ചു വില്ലേജ്, ഗലീലയ്ക്ക് അടുത്തുള്ള ഒരു കൊച്ചു വില്ലേജിലാണ് ഈ മറിയത്തിൻ്റെ വീട്, ഈ മഗ്ദലന മറിയത്തിൻ്റെ വീട് എന്ന് നമുക്കറിയാം. അപ്പോൾ പല വിധത്തിൽ സാത്താൻ്റെ ആധിപത്യത്തിലായിരുന്ന ഈ സ്ത്രീയെ ഈശോ മോചിപ്പിച്ചെങ്കിൽ ലോകത്തിൻ്റെ കണ്ണുകളിൽ ഈ സ്ത്രീക്ക് ഒരു സ്ഥാനവും കൊടുക്കാൻ പറ്റില്ല. അവളുടെ ആത്മീയ ജീവിതം ശരിയല്ല, അവരുടെ മറ്റുള്ളവരുടെ ഇടപെടൽ ശരിയല്ല, ലോകത്തിന് മുമ്പിലേക്ക് കടന്നു വരാൻ നമുക്ക് പറ്റില്ല. അവർക്ക് ഒരു വിധത്തിൽ ഒരു സ്ഥാനം, 1 രൂപയ്ക്ക് പോലും സ്ഥാനം കൊടുക്കാനില്ല. പക്ഷേ
അവൾക്ക് ഏറ്റവും കൂടുതൽ സ്ഥാനം കൊടുത്തു ഈശോ. സുവിശേഷത്തിൽ നമ്മൾ കാണും, ഈശോ ഉയർത്തെഴുന്നേറ്റ് ഏറ്റവും ആദ്യം പ്രത്യക്ഷപ്പെട്ടത് പരിശുദ്ധ അമ്മയ്ക്ക് പോലും രേഖപ്പെടുത്തിയിട്ടില്ല, മറിയത്തിനാണ്. അപ്പോൾ ഈശോ മറിയത്തിനൊരു സ്ഥാനം കൊടുത്തെങ്കിൽ അതിൻ്റെ പിന്നിൽ മറിയം ഈശോയ്ക്ക് കൊടുത്തൊരു സ്ഥാനമുണ്ട്. എന്നെ നിങ്ങളെയും ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യം അതാ. ഈശോയ്ക്കൊരു സ്ഥാനം നീ കൊടുത്തു, നിനക്കൊരു സ്ഥാനം എല്ലാവർക്കും ഉപരിയായി ഈശോ തരും. എല്ലാവർക്കും ഉപരിയായി ഈശോ നിനക്കൊരു സ്ഥാനം തരണമെങ്കിൽ നീ എല്ലാവർക്കും ഉപരിയായി ഈശോയെ സ്നേഹിക്കണം. അപ്പോൾ ഈശോയുടെ കൂടെ നിൽക്കുന്ന എല്ലാവരേക്കാൾ ഉപരിയായ സ്ഥാനം ഈശോ നിനക്ക് തരും. അതാ മറിയത്തിൻ്റെ ജീവിതം നമ്മളെ ഒരു വലിയ പ്രതീക്ഷയാണ്. അങ്ങനെ ഒരു പ്രതീക്ഷ അത് മറിയത്തിന് ഉറപ്പാണ്. ഈശോയെ എല്ലാവരേക്കാൾ അധികം അവൾ സ്നേഹിച്ചിട്ടുണ്ടെന്നും ഈശോയ്ക്ക് അതുപോലൊരു സ്നേഹം അവൾക്കുണ്ടെന്നും അവൾക്ക് വലിയ ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് എല്ലാവരും പോയപ്പോഴും കല്ലറയെങ്കിൽ അവൾ കാത്തു നിന്നത്. അല്ലെങ്കിൽ അവൾ കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ടിരുന്നു എന്നാണ് വചനം എഴുതി വെച്ചിരിക്കുക. അവൻ്റെ മരണശേഷവും അവൾ ഈശോയെ സ്നേഹിച്ചു. ആ സ്നേഹം, അത് യഥാർത്ഥ റിയൽ ലവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മരണത്തോടെ തീരില്ല. അത് മരണം കഴിഞ്ഞും. അപ്പോൾ എൻ്റെ ഈശോയെ ഞാൻ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം റിയൽ ആയിട്ടുള്ളൊരു സ്നേഹമാണെങ്കിൽ, സിൻസിയർ ആയിട്ടുള്ള സ്നേഹമാണെങ്കിൽ, എൻ്റെ മരണത്തിന് ശേഷം നിത്യതയിലെത്തി ഞാൻ ഈശോയെ സ്നേഹിക്കും. ഒരു സത്യം നമ്മളെ പഠിപ്പിക്കുകയാണ്, ഒത്തിരി രഹസ്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു വചനഭാഗമാണ് ഈ മഗ്ദലന മറിയവും ഈശോയും തമ്മിലുള്ള ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമുള്ള ഈ കണ്ടുമുട്ടൽ എന്ന് പറയുക. അപ്പോൾ ആദ്യം അവളുടെ അടുക്കലേക്ക് ദൈവം പറഞ്ഞയക്കിയ 2 ദൂതന്മാരെയാണ് കർത്താവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ. അപ്പം വേണമെങ്കിൽ ഈശോ ഇവിടെ ഇല്ല, ആ സ്ത്രീ എന്തിനാണ് നീ കരയുന്നത്, കർത്താവിനെ അവർ എടുത്തുകൊണ്ട് പോയെന്നൊക്കെ പറഞ്ഞ് അവൾ കരഞ്ഞു വെക്കുമ്പോൾ അവർ അവനെ എവിടെയാണ് വച്ചിരിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ, ഇത് പറഞ്ഞിട്ട് അവൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ യേശു നിൽക്കുന്ന അവൾ കണ്ടു. അപ്പോൾ കർത്താവ് ആദ്യം അവളുടെ മുമ്പിൽ കർത്താവാണെന്ന് പരിചയപ്പെടുത്തുന്നില്ല. അതാണ് 15-ാമത്തെ വചനം. എന്നാൽ യേശുവാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. യേശു അവളോട് ചോദിച്ചു, സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത്, നീ ആരെയാണ് അന്വേഷിക്കുന്നത്? അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് അവൾ പറഞ്ഞു, പ്രഭോ, അങ്ങ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എവിടെ വച്ചുവെന്ന് എന്നോട് പറയുക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. അപ്പോൾ ഇങ്ങനെ മറിയം ആ ഈശോയോട് പറയുമ്പോൾ ഈശോ മറ്റൊരു കാര്യം നമ്മളെ പഠിപ്പിച്ചു വെക്കും. ഈശോ കാണാൻ പറ്റാത്തപ്പോഴും എനിക്ക് കാണാൻ പറ്റാത്ത സമയത്തും എൻ്റെ കൂടെ ഈശോ ഉണ്ട്. എൻ്റെ കൺമുമ്പിൽ ഈശോ ഇല്ല, പക്ഷേ ഞാൻ വിശ്വാസത്താൽ ഈശോയെ കാണണം. മറിയത്തിനെ അത് പഠിപ്പിക്കാനാണ് കർത്താവ് ആദ്യം അത് വെളിപ്പെടുത്തി കൊടുക്കാത്തത്. എന്നിട്ട് പറഞ്ഞു വെച്ചു, യേശു അവളെ വിളിച്ചു, മറിയം. അവൾ തിരിഞ്ഞ് റബ്ബോനി, ഗുരു എന്നർത്ഥം എന്ന് ഹെബ്രായ ഭാഷയിൽ വിളിച്ചു. ഈശോ മരിച്ചു. അവളുടെ സ്നേഹം ഈശോയുള്ളത് മരിക്കാത്തത് കൊണ്ട് ഈശോ അവളെ പേര് ചൊല്ലി വിളിച്ചു. ഈശോ അവളെ പേര് ചൊല്ലി വിളിക്കുക. ഈശോ എന്നെ മറക്കില്ല. ഞാൻ ഈശോയുടെ ശങ്കി തൊട്ട് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഈശോ എന്നെ മറക്കില്ല. എന്നെ മറക്കാൻ ഈശോയ്ക്ക് പറ്റില്ല. അതാണ് ഈശോ. ഒരിക്കലും മറക്കാതെ സ്നേഹിക്കുന്ന ഒരു ഈശോയുണ്ട്. അതാണ് ഈശോയുടെ പ്രത്യേകത. ഈ ലോകത്തിലെ എല്ലാ ബന്ധങ്ങളും കുറച്ച് കഴിയുമ്പോൾ മറക്കും. എല്ലാ ബന്ധങ്ങളും മറക്കും. എല്ലാ ബന്ധങ്ങളും അറിയാത്ത ഭാവത്തിൽ ഇന്നലെ കണ്ടവർ ഇന്ന് അറിഞ്ഞില്ലെന്ന് വരും. പക്ഷേ ഈശോ നിന്നെ സ്നേഹിച്ചോ, നീ ഈശോയെ സ്നേഹിച്ചോ, അതൊരിക്കലും മറക്കപ്പെടില്ല. അവന് മറക്കാൻ പറ്റില്ല. മറക്കാൻ പറ്റുന്നൊരു ഈശോയല്ല നമുക്കുള്ളത്. ഉയർപ്പ് നാളുകളിൽ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ നമ്മളെ മറക്കുന്നതിനും തിരിച്ചറിഞ്ഞ് ഈശോയെ സ്നേഹിച്ചുകൊണ്ടിരിക്കണം, മറ്റെല്ലാവരേക്കാൾ അധികമായിട്ട്. അപ്പോൾ യേശു പറഞ്ഞു, നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക. എന്തെന്നാൽ ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് ഇതുവരെയും കയറിയിട്ടില്ല. നീ എൻ്റെ സഹോദരന്മാരുടെ അടുത്ത് ചെന്ന് അവരോട്, ഞാൻ എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെയും അടുത്തേക്ക് ആരോഹണം ചെയ്യുന്നു എന്ന് പറയുക. മഗ്ദലന മറിയം ചെന്ന് ഞാൻ കർത്താവിനെ കണ്ടുവെന്നും അവൻ ഇക്കാര്യങ്ങൾ തന്നോട് പറഞ്ഞുവെന്നും ശിഷ്യന്മാരെ അറിയിച്ചു. ഇനി ഇവിടെ നമ്മൾ ഈ വചനഭാഗം വായിക്കുമ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയാണ്. 1, മഗ്ദലന മറിയത്തിൻ്റെ അഗാധമായ ദുഃഖം. 2, മഗ്ദലന മറിയത്തിൻ്റെ വലിയ സ്നേഹം. 3, മഗ്ദലനയുടെ വലിയ വിശ്വാസം. ഈ 3 കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഞാൻ എൻ്റെ ഈശോയെ സ്നേഹിക്കുമ്പം ഈശോയുടെ 3 അവസ്ഥകളെ ഞാൻ സ്നേഹിക്കണം. 1, എൻ്റെ ക്രൂശിതനായ ഈശോയെ ഞാൻ സ്നേഹിക്കണം. 2, എൻ്റെ ഉത്ഥിതനായ ഈശോയെ ഞാൻ സ്നേഹിക്കണം. 3, എൻ്റെ സ്വർഗാരോപിതനായ ഈശോയെ സ്നേഹിക്കണം. എന്തിനാണ് ഞാൻ ക്രൂശിതനായ ഈശോയെ സ്നേഹിക്കുന്നത്? ക്രൂശിതനായ ഈശോയെ സ്നേഹിക്കാൻ ഒറ്റ കാര്യമുള്ളൂ.
എൻ്റെ ജീവിതത്തിൻ്റെ സഹനങ്ങളിൽ എനിക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ക്രൂശിതനായ ഈശോയുടെ ഒരു ഭാവം എൻ്റെ ജീവിതത്തിലുണ്ടാവണം. ആ ഈശോയെ എനിക്ക് സ്നേഹിക്കാൻ പറ്റണം. ക്രൂശിതനായ ഈശോയെ സ്നേഹിക്കാത്ത ഒരു വ്യക്തിക്കും ജീവിതത്തിലെ സഹനങ്ങളെ സന്തോഷത്തോടെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നിരാശപ്പെട്ടു പോകും. വേദനകൾ വരുമ്പോൾ കുരിശിൻ്റെ ചുവട്ടിൽ പോയിരുന്ന് ഈശോയെ നീ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പറഞ്ഞു നോക്കിക്കേ, അനുഭവങ്ങൾ വേറെയാകും, മനസ്സ് ശാന്തമാകും. ഒത്തിരി ജീവിതങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരിക്കലും ഒരുപാട് വേദനയോട് നിന്നപ്പോൾ ഒരു വ്യക്തി പറഞ്ഞു തന്നതാ, പോയി ഈശോയുടെ അടുത്തിരിക്കുക, എന്നിട്ട് ഈശോയോട് പറ, ഈശോയെ എൻ്റെ ക്രൂശിതനെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ എന്നെയും സ്നേഹിക്കുന്നു. ഒരു 25 മിനിറ്റ് നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം, സമാധാനം കിട്ടും. ആ സഹനങ്ങൾ തരണം ചെയ്യാനുള്ള കൃപ കിട്ടും. ക്രൂശിതന് മാത്രമേ നിൻ്റെ കുരിശിൽ നിന്നെ സഹായിക്കാൻ പറ്റൂ. വേറെ ആർക്കും സഹായിക്കാൻ പറ്റില്ല. ഒരു മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അവന് സങ്കടങ്ങളുണ്ട്, വേദനകളുണ്ട്, കുരിശുകളുണ്ട്. ഈ കുരിശ് സന്തോഷത്തോടെ സ്വീകരിക്കണോ? ഇന്ന് നീ ദുഃഖ വെള്ളിയാഴ്ചയുടെ ഈശോയെ സ്നേഹിക്കണം. കുരിശിൽ ഈശോയെ സ്നേഹിക്കണം. കുരിശിൽ ഈശോയെ ഒത്തിരി സ്നേഹിക്കുന്നവർക്കാണ് ശക്തി കിട്ടും, കൃപ കിട്ടൂ. ചില കുടുംബങ്ങളിൽ ആത്മഹത്യയിലേക്ക് ഓടിപ്പോകുന്നതിൽ ഒറ്റ കാര്യമുള്ളൂ, കുരിശിലെ ഈശോയുടെ സ്നേഹം അവർ അനുഭവിച്ചിട്ടില്ല. കുരിശിലെ ഈശോയെ അറിയാൻ അവർക്ക് പറ്റിയിട്ടില്ല. അതുകൊണ്ട് അവർ തകർന്ന തരിപ്പണമായി പോവുക. ഇനി രണ്ടാമത്തെ കാര്യം, കുരിശിലെ ഈശോയെ സ്നേഹിച്ചതുകൊണ്ട് മാത്രമാണ് മഗ്ദലന മറിയത്തിന് ഉത്ഥിതനായ ഈശോയെ കാണാനും സ്നേഹിക്കാനും പറ്റിയത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളിൽ കുരിശിലെ ഈശോയെ ഞാൻ സ്നേഹിച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഉത്ഥിതനായ ഈശോ കണ്ടുമുട്ടപ്പെടും. ആ ഈശോ എനിക്ക് സന്തോഷം തരും. മഗ്ദലന ഈശോ കുരിശിലെ യാത്രയിൽ പോയപ്പോൾ ഈശോയുടെ പുറകെ പോയിട്ടുണ്ടാകും, നിശ്ചയമായും പോയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അവൻ്റെ കല്ലറ വരെ അവൾ അനുഗമിച്ചതും ആ കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് കാത്തു നിന്നതും. അപ്പോൾ നിശ്ചയമായും കുരിശിലെ ഈശോയുടെ പീഡകൾ അവളുടെ ചങ്ക് കീറി മുറിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കല്ലറയ്ക്കുള്ളിൽ അവനെ ഒറ്റയ്ക്കാക്കി പോകാൻ അവൾ ഇഷ്ടപ്പെട്ടില്ല. അവൾ അവിടെ ചങ്ക് ചേർത്ത് വെച്ച് അവിടെ ഇരുന്നപ്പോൾ കണ്ടോ, മറ്റാർക്കും അപ്പോഴത്തേക്ക് ആരുടെ അടുക്കലേക്ക് ഓടിപ്പോകാതെ ഈശോ വന്നില്ലേ? നിനക്ക് നിൻ്റെ ഈശോയെ കീഴടക്കണോ? ഹൃദയം നിറയെ സ്നേഹം വയ്ക്കണം. എന്നിട്ട് ഈശോയോട് ഒപ്പ് വിരിക്കുക, ഉത്ഥിതനായ ഈശോയുടെ അടുക്കലിരിക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് വിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങളൊക്കെ കാണുമ്പോൾ, ഒരുപാട് ദർശനങ്ങളൊക്കെ പറയുമ്പോൾ വിശുദ്ധ കുർബാനയിൽ ഉത്ഥിതനായ ഈശോയുടെ സജീവ സാന്നിധ്യമാണെന്നാണ് ഒരുപാട് ആത്മീയ പിതാക്കന്മാർ പറഞ്ഞു വെച്ചിരിക്കുക. ഉത്ഥിതനായ ഈശോയുടെ സാന്നിധ്യം വിശുദ്ധ കുർബാനയിലുണ്ടെങ്കിൽ ഉത്ഥിതനായ ഈശോയെ നീ സ്നേഹിക്കുന്നുവെന്ന് ആവർത്തിച്ച് നീ പറയുമ്പോൾ നീ പോയി ദിവ്യകാരുണ്യ സന്നിധിയിലിരിക്കണം. ആ ഉത്ഥിതനായ ഈശോയ്ക്ക് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന അഭൗമികമായൊരു പവറുണ്ട് ഈശോയ്ക്ക്. അത് എനിക്ക് വർണ്ണിച്ചു തരാനാവാത്ത വിധത്തിലൊരു പവറുണ്ട്. ഇന്ന് നിൻ്റെ ജീവിതത്തിൽ ഈ ദൈവിക ശക്തി വെളിപ്പെടണോ? അവിടെ പോയിരിക്കണം. അവിടെ പോയിരിക്കുമ്പോൾ ഈശോ ഇറങ്ങി വന്ന് നമ്മളെ തൊടാൻ തുടങ്ങും. അതാണ് ഉത്ഥിതനായ ഈശോയെ സ്നേഹിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കിട്ടുക. അതിനുശേഷം മൂന്നാമത്തെ കാര്യം, സ്വർഗാരോപിതനായ ഈശോയെ സ്നേഹിക്കണം. മഗ്ദലന മറിയം അപ്പസ്തോലന്മാർ പരിശുദ്ധ അമ്മയുടെ കൂടെ ഇരുന്ന് സെഹിയോൻ മാളികയിൽ ഒരുമിച്ചിരുന്ന് പന്തക്കുസ്തായ്ക്ക് വേണ്ടി സ്വർഗാരോഹണത്തിന് ശേഷം പ്രാർത്ഥിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. അതിൽ അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 14-ാമത്തെ വചനത്തിൽ അമ്മയും ശിഷ്യരും ഏകദേശം ഒരു 120ഓളം പേർ ഒരുമിച്ചിരുന്നു എന്ന് വചനം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ശിഷ്യന്മാർ മാത്രമല്ലല്ലോ, പരിശുദ്ധാത്മ വന്നപ്പോൾ അവിടെ കൂടിയിരുന്നവർക്കൊക്കെ ആത്മാവിൻ്റെ അഭിഷേകം കിട്ടിയിട്ടുണ്ട്. തീർച്ചയായും കല്ലറ വരെ ഈശോയ്ക്ക് കൂട്ടുനിന്നെങ്കിൽ മഗ്ദലന മറിയം ആ പന്തക്കുസ്തായ്ക്ക് സാക്ഷിയായിട്ടുണ്ട്. അപ്പോൾ സ്വർഗാരോപിതനായ ഈശോയെ സ്നേഹിക്കുന്നവർക്ക് പന്തക്കുസ്താഭിഷേകം കിട്ടും. സ്വർഗാരോപിതനായ ഈശോയെ സ്നേഹിക്കുമ്പോൾ പരിശുദ്ധാത്മാഭിഷേകം ജീവിതത്തിലേക്ക് വരും. കല്ലറയ്ക്ക് വെളിയിൽ കാത്തിരുന്ന് കുരിശിനെ സ്നേഹിച്ച നീ ഉത്ഥിതനെ കണ്ടുമുട്ടി സ്വർഗാരോപിതൻ്റെ പാതയിലൂടെ യാത്ര ചെയ്യുമ്പോൾ സ്വർഗം നിനക്ക് തരും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. മഗ്ദലന മറിയം ഇന്ന് വിശുദ്ധി എന്ന സഭ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ പന്തക്കുസ്ത അനുഭവം അവളുടെ ജീവിതത്തിൽ തപസ്സിലേക്കും സ്നേഹത്തിലേക്കും പ്രായശ്ചിത്തത്തിലേക്കും അവളെ നയിച്ചപ്പോൾ തിരുസഭ അവളെ വിശുദ്ധി എന്ന് എഴുതി വച്ചിരിക്കുകയാണ്. തിരുസഭ അവളെ വിശുദ്ധി എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്നേഹം കൊണ്ട് ഈശോയുടെ ഹൃദയം കീഴടക്കിയ, സ്നേഹം കൊണ്ട് ഈശോയെ സ്നേഹിച്ച് ഈശോയുടെ സ്വന്തമായി മാറിയ ഒരു മഗ്ദലനയാണ് യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടുമുട്ടുക. അപ്പോൾ ഈ ഒരു കാര്യം, ഈ ഒരു വലിയ അനുഭവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വേണം. ഈശോയെ കൂടാതെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. മഗ്ദലന അങ്ങനെയായിരുന്നു. ഈശോയെ നീ ഇല്ലെങ്കിൽ ഞാനില്ല, അങ്ങനെ പറയാൻ നമുക്ക് പറ്റണം. ഇന്ന് ലോകത്തിൽ ഒത്തിരി ഹൃദയബന്ധങ്ങൾ നമ്മൾ കാണും. പക്ഷെ പല ഹൃദയബന്ധങ്ങളും പെട്ടെന്ന് തീർന്നു പോകും. എന്നാൽ ഞാൻ എൻ്റെ ഹൃദയബന്ധം ഈശോയുമായി ചേർത്ത് വെച്ചാൽ
ആ ഹൃദയബന്ധം എങ്ങോളം എത്തി നിൽക്കും. മരണത്തിന് പോലും കീഴടക്കാൻ പറ്റാത്ത ഹൃദയബന്ധമുണ്ട്. വചനത്തിൽ നമുക്കറിയാം, ഉത്തമഗീതത്തിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയും, നീ എൻ്റെ ഹൃദയം കവർന്നിരിക്കുന്നു. ഹൃദയം കവർന്നെടുക്കുന്ന ഒരു ദൈവസ്നേഹ അനുഭവം പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കണം. വിശുദ്ധ മഗ്ദലനായോട് മധ്യസ്ഥം ചോദിച്ച് പ്രാർത്ഥിക്കണം, ഈശോയെ എൻ്റെ ജീവിതത്തിൽ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റിയ ഒരു കൃപ എനിക്ക് തരണം. എൻ്റെ ജീവിതത്തെ പഴയതിനപ്പുറത്തേക്ക് എന്നെ പുതിയതാക്കി മാറ്റണം എന്ന് പ്രാർത്ഥിക്കണം. മഗ്ദലന മറിയം എന്നിട്ട് ഈശോ പറയും, നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക. അപ്പോൾ തടഞ്ഞു നിർത്താതിരിക്കുക എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഈശോയെ കണ്ടു കഴിഞ്ഞപ്പോൾ മഗ്ദലന മറിയം ഓടി വന്ന് ഈശോയെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈശോ അങ്ങനെ പറയണമെങ്കിൽ അവരുടെ പതിവ് രീതികളിൽ അങ്ങനെ ഉണ്ടായിരുന്നിരിക്കണം. ഓടി വന്ന് ഈശോയെ തൊട്ടിട്ടുണ്ടാവും, ഈശോയുടെ കൈ പിടിക്കാം. ഈശോ എപ്പോൾ കണ്ടാലും സ്നേഹത്തിൻ്റെ ഒരു പ്രകടനം മഗ്ദലന ചെയ്തിട്ടുണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടാണ് ഈ സമയത്ത് ഈശോ പെട്ടെന്ന് പറയുന്നത്, നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക, പിതാവിൻ്റെ അടുക്കിലേക്ക് ഞാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോയെ സ്നേഹിച്ച് നീ എന്ത് ചെയ്താലും ഒന്നും നിനക്ക് നഷ്ടം വരില്ല. എല്ലാം നിനക്ക് തിരിച്ചു കിട്ടും. എല്ലാം 10 ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടും. ഈശോയെ സ്നേഹിച്ചുകൊണ്ട് ചെയ്യണം. ഈശോയെ സ്നേഹിച്ച് ഈശോയ്ക്ക് വേണ്ടി എന്ത് ചെയ്താലും ഒന്നും നഷ്ടമല്ല. പ്രത്യക്ഷത്തിൽ നഷ്ടമായിട്ടൊക്കെ തോന്നും. മഗ്ദലന ഈശോയുടെ കൂടെ നടന്നു, ഈശോയെ സ്നേഹിച്ചു, കല്ലറ വരെ ചെന്നിട്ട് ഈശോ മരിച്ചല്ലോ, നഷ്ടമായി തോന്നാൻ വേണമെങ്കിൽ. പക്ഷേ ആ നഷ്ടമല്ലായിരുന്നു. വലിയ സന്തോഷത്തിൻ്റെ ഒരു നിറവ് മഗ്ദലനയെ തേടി വന്നു. ഒന്ന് ഓർത്തു നോക്കിക്കേ, ഈശോ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് ഈശോ ഏറ്റവും ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ഒരു സ്ത്രീയായ, അല്ലെങ്കിൽ പിശാചി ബാധിതയെന്നോ വേശ്യയെന്നൊക്കെ പറഞ്ഞ് പല വിധത്തിൽ പലരും വ്യാഖ്യാനിക്കുന്ന ഒരു മഗ്ദലന മറിയത്തിലല്ലേ ആദ്യം പ്രത്യക്ഷപ്പെട്ടെ. നമ്മുടെ ദൈവത്തിൻ്റെ പദ്ധതികൾ എത്ര വലുതാ! സ്നേഹത്തിൻ്റെ പദ്ധതികൾ വിവരങ്ങളാണ്. ബുദ്ധിയിലല്ല കർത്താവ് ചിന്തിക്കുക, ബുദ്ധിയിലല്ല ഈശോ പ്രവർത്തിക്കുക. എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ഈശോ പ്രവർത്തിക്കും. എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ഉള്ള ആ കൃപയുടെ ഒരു അഭിഷേകം ഈശോയോട് പറയണം. മഗ്ദലനയ്ക്ക് ഉണ്ടായിരുന്നൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അവൾ എപ്പോൾ തൻ്റെ ജീവിതത്തിലെ പാപത വഴിയും തിരിച്ചു വന്നോ, പിന്നെ തിരിച്ചു പോയിട്ടില്ല. നിനക്ക് ഈശോ നിന്നെ കണ്ടെത്തുന്ന ഒരു അനുഭവം, അല്ലെങ്കിൽ എല്ലാവർക്കും ഉപരിയായി ഈശോ നിന്നെ മാനിക്കണോ, ഒറ്റ കാര്യം ചെയ്യണം, ചെയ്ത പാപങ്ങളിലേക്ക് വീണ്ടും വീണ്ടും തിരിച്ചു പോകരുത്. അനുതപിച്ച് തിരിച്ചു വന്നാൽ ഇനി തിരിച്ചു പോകാൻ പാടില്ല. അങ്ങനെ തിരിച്ചു വന്ന് ഈശോയുടെ കൂടെ നടക്കാൻ തുടങ്ങുമ്പോൾ മറ്റൊരു കൃപയുടെ മഗ്ദലനയ്ക്ക് കിട്ടുകയാണ്. എന്തെന്ന് ചോദിച്ചാൽ, ഈശോയുടെ സ്വരം തിരിച്ചറിയാൻ അവൾക്ക് പറ്റി. മറിയം എന്ന് വിളിച്ചപ്പോഴേ അവൾ സ്വരം തിരിച്ചറിഞ്ഞു. അപ്പോൾ ദൈവ സ്വരം തിരിച്ചറിയണമെങ്കിൽ അവൻ്റെ കൂടെ നടന്ന് അത് പരിശീലിക്കണം, അത് കേൾക്കണം, കർത്താവ് കനിയണം, കൃപ കിട്ടണം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ കാര്യങ്ങളൊക്കെയാണ് മഗ്ദലനയുടെ ജീവിതം നമ്മെ പഠിപ്പിച്ച് വയ്ക്കുക. മഗ്ദലനയോട് കർത്താവ് ചോദിക്കും, സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? കർത്താവിന് അറിയത്തില്ല എന്നിട്ടാണോ കർത്താവ് അങ്ങനെ ചോദിച്ചേ? നീ എന്തിനാ കരയുന്നത്, നീ ആരെ അന്വേഷിക്കുന്നതെന്ന് ഈശോയ്ക്ക് അറിയത്തില്ല എന്നിട്ടാണോ? ഒരിക്കലുമല്ല. കർത്താവ് അത് ചോദിക്കാൻ ഒറ്റ കാര്യമുണ്ട്. മഗ്ദലനയ്ക്ക് ഈശോയോട് എന്തുമാത്രം സ്നേഹമുണ്ടെന്ന് ഈശോയുടെ മനസ്സിൽ ഈശോയ്ക്കൊന്ന് കേൾക്കണം. അവളത് പറയുന്ന കേൾക്കണം. അപ്പോൾ ഞാനും നിങ്ങളുമൊക്കെ ഈശോയുടെ അടുത്ത് പോയിരുന്നിട്ട് പറയണം, ഈശോയെ എനിക്ക് നിന്നെ ഒത്തിരി സ്നേഹമാണ്, എനിക്ക് നിന്നെ നഷ്ടപ്പെട്ടു പോയാൽ എനിക്ക് സങ്കടമാണ്. വിശുദ്ധ അൽഫോൻസാമ്മ പറയും, കർത്താവ് നിനക്കെന്നോട് സ്നേഹമൊന്നും ഇല്ലേ, ഇന്ന് കുരിശൊന്നും കിട്ടിയില്ല. അവൾ കർത്താവിൻ്റെ സ്നേഹം തിരിച്ചറിയുന്നത് കുരിശ് കിട്ടുമ്പോഴാണ്. ഞാനും നിങ്ങളുമൊക്കെ ഈശോയുടെ അടുത്ത് പോയിരുന്നിട്ട് പറയണേ, ഈശോയെ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, എനിക്ക് നിന്നെ ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ്, സ്നേഹമാണ് കർത്താവേ. അങ്ങനെ ആവർത്തിച്ച് എനിക്കും നിങ്ങൾക്കും പറയാൻ പറ്റിയ ഈ കർത്താവ് ഈ മഗ്ദലനയോട് നീ ആരെയാണ് അന്വേഷിക്കുന്നത് ചോദിക്കുമ്പോൾ അവൾ പറഞ്ഞില്ലേ, എൻ്റെ കർത്താവിനെയാണ് ഞാൻ അന്വേഷിക്കുന്നത് എന്നവൾ പറഞ്ഞില്ലേ. ആ തോട്ടക്കാരനോട് അവൾ പറയും, നിങ്ങൾ എടുത്തുകൊണ്ട് പോയോ, തന്നേരെ. കർത്താവിനെ മൊത്തത്തോടെ സ്വീകരിക്കാൻ നിൽക്കുന്ന ഒരു ഹൃദയമാണ് കർത്താവ് കണ്ടേ. അവൻ്റെ മനസ്സ് നിറഞ്ഞു. പിന്നെ ഈശോ ഒത്തിരി ക്വസ്റ്റ്യനൊന്നും ചോദിക്കുന്നത് ഇവിടെ കാണുന്നില്ല. തോട്ടക്കാരൻ എടുത്തുകൊണ്ട് പോയോ, പറ കേട്ടോ, എവിടെയാണെങ്കിൽ അവിടെ ചെന്ന് ഞാൻ എടുത്തുകൊണ്ട് പോരാം. പെട്ടെന്ന് ഈശോയുടെ മനസ്സ് നിറഞ്ഞു. അത് മതി, വേറെ ഒന്നും വേണ്ട. അത്ര ഈശോയ്ക്ക് വേണ്ടി തോട്ടക്കാരൻ ഇട്ടിരിക്കുന്ന സ്ഥലത്ത് ചെന്ന് കർത്താവിനെ എടുത്തുകൊണ്ട് വരാമെന്ന് പറയുന്ന ഒരു എന്തും ചെയ്യാൻ, ഒരു സ്ത്രീയാണെന്ന് വിചാരിക്കണം, എന്തും ചെയ്യാൻ. എന്നാലും ഒരിക്കൽ എൻ്റെ ഈശോയെ വേണം. എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുമ്പോൾ ഈശോ പെട്ടെന്ന് ഇവന് ക്വസ്റ്റ്യൻ വരാൻ ചോദിച്ചോ, ഒറ്റ വിളിയാ, മറിയം. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇതൊക്കെ തന്നെയാണ് കർത്താവ് പ്രതീക്ഷിക്കുന്നുള്ളൂ. അല്ലാതെ ഞാനും നിങ്ങളുമൊക്കെ വലിയ വലിയ പദവികൾ കയറി വലിയ വലിയ കൊട്ടാരങ്ങളൊക്കെ ഉണ്ടാക്കി വലിയ വലിയ സ്റ്റാറ്റസിലും ജോലിയിലും ഒക്കെ ഞാൻ നിൽക്കാൻ, അതൊന്നുമല്ല കർത്താവ് നോക്കുന്നത്.
അതൊക്കെ സൈഡ് വഴി പോകും. അതിനപ്പുറത്ത് ഈശോയ്ക്ക് വേണ്ടി, അല്ല എൻ്റെ ഈശോയെ കിട്ടാൻ ഞാൻ എന്തും ചെയ്യാം ഈശോയെ, ഞാനിവിടെ കാത്തിരിക്കുമോ ഈശോയെ. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈശോയെ സ്നേഹം കൊണ്ട് കീഴടക്കാൻ മഗ്ദലന നമ്മെ പഠിപ്പിച്ചതുപോലെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സ്നേഹം കൊണ്ട് ഈശോയെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ എത്ര വലിയ കുറവുള്ളവരാണെങ്കിലും പാപത്തിന് മുകളിൽ സ്നേഹം എപ്പോഴും നിൽക്കും. ആ സ്നേഹം അനുതാപത്തിലേക്ക് നയിക്കും. ആ അനുതാപം നിനക്ക് ഈശോയെ തരും. ആ അനുതാപം ഈശോയെ തരുമ്പോൾ ആ ഈശോ നിനക്ക് പരിശുദ്ധാത്മാവിനെ തരും. പ്രിയപ്പെട്ടവരെ, അതിനോട് കൃപ കിട്ടാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുകളടച്ച് കാര്യങ്ങൾ കൂട്ടിപ്പിടിക്കാം. നല്ല ഈശോയെ, ജീവിതത്തെ മുഴുവൻ തിരുമുമ്പിലേക്ക് ഏൽപ്പിക്കുമ്പോൾ ഇന്നോളം നീ ഞങ്ങളെ നയിച്ച എല്ലാ വഴികളെ ഓർത്ത് നന്ദി പറയുമ്പോൾ ഈശോ അറിയുകയാണ്, എന്നെയും ഞങ്ങളെ ഓരോരുത്തരെയും നീ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നിൻ്റെ സ്നേഹത്തിൻ്റെ ആ വലിയ ബഹുസ്ഫുരണം തിരിച്ചറിഞ്ഞ് ഈ മഗ്ദലനായെ പോലെ ഒറ്റയ്ക്കെങ്കിൽ ഒറ്റയ്ക്ക് ഒരു വേറൊനിക്ക നിൻ്റെ കുരിശ് യാത്രയിൽ ആരെയും ഭയപ്പെടാതെ നിൻ്റെ മുഖം തടച്ചതുപോലെ ഈശോ, ഞങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും ലോകം മുഴുവൻ നിന്നിൽ നിന്ന് മാറിയും ഞങ്ങളെ പഴിചാരി നിൽക്കുമ്പോഴും ഒറ്റയ്ക്കെങ്കിൽ ഒറ്റയ്ക്ക് ഓടി വന്ന് നിൻ്റെ സ്നേഹത്തിന് മുമ്പിൽ കീഴടങ്ങി അവിടെ കാത്തിരിക്കാനും നിന്നെ സ്നേഹിക്കാനും ക്രൂശിതനെ ചേർത്ത് പിടിച്ച് സഹനങ്ങളെ സ്വന്തമാക്കാനും ഉത്തിതൻ്റെ കൂടെ നടന്ന് അനുഗ്രഹം സ്വന്തമാക്കാനും സ്വർഗാരോപതനെ ആരാധിച്ച് പരിശുദ്ധാത്മശക്തി നേടിയെടുക്കാനും ഞങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണേ ഈശോയെ. ഒരിക്കലും നീ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, നിന്നെ തേടി 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 ചേർത്ത് പിടിക്കാൻ എപ്പോഴും ഒരു കൃപ തന്ന് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആഴമായ ദൈവസ്നേഹം കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.